കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും സൗഖ്യമായി. എന്നാൽ വേദപുസ്തകത്തിൽ കർത്താവ് 2 തവണ തൊട്ടവരും ഉണ്ട്. അതിൽ ഒരുവനാണ് ബത്സയിദയിലെ കുരുടൻ. യേശു ബത്സയിദയിലെത്തിയപ്പോൾ ഒരു കുരുടനെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. യേശു കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്ത് കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ എത്രയെ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെ യേശു അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞു. അവനെ വീട്ടിലേക്ക് അയച്ചു. മർക്കോസ് 8:23 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങൾ. യേശു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത സ്ഥലമാണ് ബത്സയിദ. എന്നാൽ അവിടുത്തെ ജനം മാനസാന്തരപ്പെട്ടില്ല. യേശു ആ കുരുടനെ സൗഖ്യമാക്കുന്നത് ബത്സയിദ ദേശത്തിന് പുറത്തു കൊണ്ടുപോയിട്ടാണ്. കാരണം ജനം മാനസാന്തരപ്പെടാത്ത ദേശമായിരുന്നു അത്. ആദ്യം അവനെ സ്പർശിച്ചതിന് ശേഷം യേശു കുരുടനോട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന്. അവൻ മറുപടി പറയുന്നു, ഞാൻ മനുഷ്യരെ മരങ്ങൾ പോലെ കാണുന്നു എന്ന്. ഈ വായിച്ച വേദഭാഗത്ത് നിന്നും ആ കുരുടൻ മുൻപേ കണ്ണ് കാണുവാൻ കഴിവുള്ളവനായിരുന്നു എന്നും മനുഷ്യരെയും മരങ്ങളെയും മുൻപ് അവൻ കണ്ടിട്ടുള്ളവനാണെന്നും മനസ്സിലാക്കാൻ കഴിയും. അവൻ പുറവിയിലെ കുരുടനല്ല, ഒരിക്കൽ കാഴ്ചയുള്ളവനായിരുന്നു. ആത്മീയമായ ജീവിതത്തിൽ ഒരിക്കൽ നല്ല കാഴ്ചയുണ്ടായിരുന്നു. ആരാധനയും പ്രാർത്ഥനയും ദൈവ സംസർഗവും ഉണ്ടായിരുന്നു. എന്നാൽ പലതും പിന്നീട് കുരുടായി. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാതെ കാഴ്ച നഷ്ടപ്പെടുത്തുന്ന പലരും ഉണ്ട്. അവർ ബത്സയിദയിൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. അവിടെ നിന്നും പുറത്തു വന്നാൽ സൗഖ്യം പ്രാപിക്കും. മനുഷ്യരെ കെട്ടിയിട്ടിരിക്കുന്ന പല ബന്ധനങ്ങളും ഇന്ന് ഉണ്ട്. മദ്യം, മയക്കുമരുന്ന്, ധനം, രഹസ്യബന്ധങ്ങൾ ഒക്കെ അവയിൽ ചിലത് മാത്രം. ഈ ബന്ധനങ്ങളെല്ലാം ഊരിക്കളഞ്ഞ് കർത്താവിൻ്റെ സ്പർശനത്തിനായി നിന്നു കൊടുക്കണം. കർത്താവിൻ്റെ കരം ബലമുള്ള കരമാണ്. ആ കരം നമ്മെ ചേറ്റിൽ നിന്നും കോരിയെടുത്ത് ഉയർത്തുന്ന പാറയിൽ നിർത്തുന്നു. യേശു കുരുടനെ ഊരിന് പുറത്ത് കൊണ്ടുപോയി ആദ്യം തൊട്ടപ്പോൾ കുരുടന് മങ്ങിയ കാഴ്ച കിട്ടി. എന്നാൽ യേശു കുരുടനെ 2ാമത് തൊട്ടപ്പോൾ അവന് പൂർണ്ണ സൗഖ്യം വന്നു. അപ്പോൾ യേശു അവനോട് നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് പറഞ്ഞു. അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ജീവിതത്തിൽ പിന്നിട്ട പാപവഴികളെ നാം വെടിഞ്ഞ് യേശുവാകുന്ന വഴിയിൽ കൂടി നടക്കണം. യേശു തൊട്ടാൽ പരിപൂർണ സൗഖ്യമാണ്. യേശു കുരുടനെ 2 തവണ തൊട്ടു. പരിപൂർണ സൗഖ്യം ലഭിക്കുന്നതുവരെ യേശു നമ്മെ തൊട്ടുകൊണ്ടിരിക്കും. യേശു പറഞ്ഞു, സൗഖ്യം പ്രാപിച്ചാൽ പാപവഴികളെ വെടിഞ്ഞ് വീട്ടിലേക്ക് പോകണം. മുടിയനായ പുത്രനെക്കുറിച്ച് നാം ഇങ്ങനെ തിരുവെഴുത്തുകളിൽ വായിക്കുന്നു, അവൻ മാനസാന്തരപ്പെട്ട പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. യാക്കോബിനെ കുറിച്ച് നാം തിരുവെഴുത്തുകളിൽ ഇങ്ങനെ വായിക്കുന്നു, യാബോക്ക് കടവിൽ വെച്ച് ദൈവം യാക്കോബിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. തമ്പുരാൻ യാക്കോബിനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ദൈവത്തിന് യാക്കോബിൻ്റെ പേര് അറിയാഞ്ഞിട്ടല്ല പേര് ചോദിച്ചത്. പിതാവായ ഇസഹാക്കിൻ്റെ മുന്നിൽ സ്വന്തം പേരിനെ മാറ്റിപ്പറഞ്ഞവനാണ് യാക്കോബ്. തൻ്റെ സഹോദരൻ്റെ പേരായ ഏശാവ് എന്നാണ് താൻ തൻ്റെ പേരിന് പകരം അവിടെ പിതാവിനോട് പറഞ്ഞത്. അനുഗ്രഹങ്ങൾ തട്ടിയെടുത്തവനാണ് യാക്കോബ്. അവനെക്കൊണ്ട് ചെയ്ത തെറ്റിനെ ശരിയായ ഏറ്റുപറച്ചിൽ കൂടി തെറ്റിനെ ബോധ്യപ്പെടുത്തി അനുതാപത്തിലേക്ക് തിരിക്കുകയായിരുന്നു. എവിടെയാണോ നമ്മുടെ ജീവിതത്തിൽ കുറവുകളും മങ്ങലുകളും ഉള്ളത്, ആ കുറവുകളുടെ മേൽ ദൈവം സ്പർശിക്കും. കർത്താവ് സ്പർശിച്ചാൽ പരിപൂർണമായ വിടുതൽ ലഭിക്കും. അതിനാൽ യേശുവിൻ്റെ സ്പർശനത്തിനായി കാത്തിരിക്കാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. 1 പത്രോസ് 5:6 ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം.
അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.